മാഷേ മാഷേ. ആരാ? ആ, എന്താ ഈ അസമയത്ത്? മാഷിനൊന്ന് കാണാൻ വന്നതാ. ആ, ശരി ശരി, വാ വാ. ആ, ഇരിക്കേ. എനിക്ക് ഈ നാട്ടിൽ മാഷിനെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. തുറന്നു പറയാമല്ലോ മാഷേ, സ്വാമിയല്ല ഈ ലോകം മുഴുവൻ എതിർത്താലും ശരി, സാവിത്രിക്കുട്ടിയെ ഞാൻ സ്വന്തമാക്കും. അതുപോലെ തന്നെയാ എന്റെയും ഗായത്രിയുടെയും കാര്യവും. അല്ല, നിങ്ങൾക്ക് പ്രേമിക്കണമെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ആരെങ്കിലും ആകാമായിരുന്നില്ലേ? ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ തന്നെ വേണമെന്നെന്താ അത്ര നിർബന്ധം? അല്ല, അതിപ്പോ കുലവും ജാതിയൊക്കെ നോക്കിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ മാഷേ? നമ്മുടെ പരാശര മുനി തന്നെ ഒരു മുക്കോ സ്ത്രീയല്ലേ വിവാഹം കഴിച്ചത്. അതെന്നാ? അത് പുരാണമല്ലേ, അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല. ഇതെന്താ? ഗൾഫിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ കൊണ്ടുവന്നതാ. ബൊക്കാർഡി ഗോൾഡ് റിസർവ് റം. ഇതിനകത്ത് അല്പം സ്വർണം കൂടി ഉരുക്കി ഒഴിച്ചു. സ്വർണ്ണോ? അപ്പൊ ദേഹകാന്തി വർദ്ധിപ്പിക്കുന്ന അല്ലേ? അതുകൊണ്ടല്ലേ മാഷിനെ തന്നെ തരാമെന്ന് വെച്ചത്. വാസു വാസു വാസു, ആ, കുറച്ച് വെള്ളവും ഒരു 3 ഗ്ലാസ് കൊണ്ടുവാ. അപ്പൊ തുടങ്ങാല്ലേ? അടിക്കണമെങ്കിൽ ഫോറിൻ അടിക്കണം എന്ന് പറയുന്ന ഇതാ. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സ്വാമി ആളൊരു കള്ളനാ. നിങ്ങൾക്കറിയാവോ, പണ്ട് പൂജപ്പുര ആര്യഭവൻ ഹോട്ടലിൽ പണ്ട് ആര്യായിരുന്നു ഈ ശവം. അവിടത്തെ ഹരിഹരയ്യരുടെ മകൾ ശാരദാമ്പാളിനെ പ്രേമിച്ച് കട്ടോണ്ട് പോകുന്നതാ. നേരെ കൊണ്ടുവന്നതല്ല. ആ പാരമ്പര്യം ഈ മക്കള് കാണിച്ചാൽ എന്താണോ തെറ്റ്? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് മാഷേ? കട്ടോണ്ട് പോട്ടെ? അതൊന്നും വേണ്ട മക്കള്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. നിങ്ങൾ ലോഡ്ജിൽ ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. ലോഡ്ജും കടയും പെൺപിള്ളേരുടെ പേരില്ല. കല്യാണം കഴിഞ്ഞാൽ നീ ലോഡ്ജ് നടത്തിക്കും. നിനക്ക് പണിയൊന്നുമില്ലല്ലോ, നീ ഹോട്ടലും നടത്തുക. സ്വാമിയെ നമുക്ക് അവിടുന്ന് പൂജിക്കാം. நீ போய் போலீஸ்ல ஒண்ணும் கம்ப்ளைண்ட் பண்ண வேண்டாம். ஏற்கனவே கம்ப்ளைண்ட் பண்ணி பட்டப்பாடு போறாதா? இனிமே போய் கம்ப்ளைண்ட் பண்ண வீட்டுல இருக்கிற பொம்பளை பசங்க தான் போய் போலீஸ் ஸ்டேஷன் நிக்கணும் சொல்லிருக்கேன். நீ என்ன பண்ண சொல்றேன்? டேய் சுப்புடு, இந்த ஒத்த பாலத்துல இருக்கானே அத்தை புள்ள வெங்கடி, அவனுக்கு ஒரு தந்திய குடுறா. ஐயோ, அவன் திருட்டு பையனாச்சு. ஓனமாட்டு வந்த போதே சீக்கோ, வாட்சி, பேனை, கல்லாப்பட்டியில் இருந்த காசு எல்லாத்தையும் திருடிட்டு போயிட்டான். நம்ம இப்ப இருக்கிற நிலைமையில அவருக்கு சாப்பாடு போடவே முடியாதுக்க. ஏண்டா அத பார்த்தா முடியுமாடா? அந்த கடி பசங்களை வெளியில அனுப்புறது யாரு? உன்னால என்னால முடியுமா? அந்த வெங்கடி இடுப்புல இருக்கிற கத்திய பார்த்தா அந்த பசங்க வெட 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 நடுங்க மாட்டானுங்க. அது வேணுமாக்க? வேணும்டா, நான் சொல்றத நீ கேளு. முதல்ல அவனுக்கு தந்திய கொடு. பொம்பளை பசங்களை கலாட்டா பண்றாங்க, கலாட்டா. கொடுத்து தொலைக்கிறேன். சாமி சாமி சாமி, என்னடா சாமி, வீட்டுல வெங்கடி வந்த சாமியோட படிச்சு எல்லாம் പറഞ്ഞു. ஐயோ, வந்துட்டானா? ചൂരി അവിടെ വെച്ചിട്ടാണ് വന്നത്. അവന്റെ കണ്ണിൽ കണ്ടാൽ അത്ര തന്നെ ഗോവിന്ദ. അയ്യോ, ഗോവിന്ദനല്ല സാമി, വെങ്കിടി. അത് വേണ്ട. லவ் பண்றியா? உனக்கு அவ்வளவு திமிரா? அந்த அயோக்கிய ராஸ்கல் சொல்லு, அவனை நான் கொன்னிடுவேன், கிழிச்சிடுவேன். அங்க போ அனந்து, கலரி எல்லாம் படிச்சுவேன். இப்படி விரல காமிச்சா இந்த நுனியிலே ஆள நிறுத்திடுவேன். இந்த கத்தியால அந்த விரலை வெட்டிடுவேன். கலரியானாலும் சரி, பெரிய கொம்பனானாலும் சரி, இந்த வெங்கடி கிட்ட ஒண்ணுமே நடக்காது. அண்ணா, எங்கிட்ட ஒரு வார்த்தை சொல்லக்கூடாதா? அண்ணா கவலைப்பட வேண்டாம். இன்னைக்கு நைட்டு 12 மணிக்குள்ள அவங்களை க்ளோஸ் பண்ணிடுவேன். இப்ப டைம் என்னாச்சு? உங்களுக்கு வந்தது வெங்கடி, இதுக்கு முன்னால திருடிட்டு போன சீக்கோ வாட்சாச்சு. சாப்பிட்டாச்சா? அது ஒண்ணும் எனக்கு தேவையில்லை. எனக்கு டைம் தான் முக்கியம். ஆமா, நான் டைம் பார்த்து எல்லாமே பண்ணிடுவேன். எங்கடா அந்த ராஸ்கல்? இறங்கி வாடா, தைரியம் இருந்து இறங்கி வாடா. ஒரு கிளாஸ் பால். தைரியம் இருந்து இறங்கி வாடா. என் அண்ணா குழந்தைகளை காதலிக்க உனக்கு என்ன யோகியம் இருக்கிறோம்? வாடா.
ஏண்டா இங்க குடிக்கணும் போடுறேன்? அவங்க எல்லாம் மேலே இருக்கு, அங்க போ. ஏய், எங்க போய் கத்தியானெல்லாம் குத்தாதடா. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ പുറകെന്ന് വിളിക്കാതെ. കത്തി ഇല്ലാമൽ വെങ്കിടി ഇല്ലേ, വെങ്കിടി ഇല്ലാമൽ കത്തി ഇല്ലേ. വാതിൽ തുറക്ക. വെങ്കിടിയാ പറയുന്നത്. തുറക്കാൻ തുറക്കണ. മര്യാദക്ക് തുറക്കാനാണ് പറഞ്ഞത്. ചവിട്ടി പൊളിക്ക. നിന്നെ കൊണ്ട് തുറപ്പിക്കാവോന്ന് ഞാനും നോക്കട്ടെ. അയ്യോ എന്റെ കത്തി എവിടെ പോയി? എവിടെ കത്തി? അയ്യോ അതെ മൂക്കിന് ചോര. അവനെ വെറുതെ വിട്ടേ. ഒരു പ്രശ്നമില്ല. പിടിച്ചോ. ആട്ടിൻകുട്ടിയോട് ഏറ്റുമുട്ടാൻ ആനയല്ല, ആനയോട് ഏറ്റുമുട്ടാൻ ആട്ടിൻകുട്ടിയല്ല കൊണ്ടുവരേണ്ടത്. കൊഞ്ചം തണ്ണി കുടിക്ക. തണ്ണി വേണം. ഞാൻ കൊഞ്ചം തണ്ണി സാപ്പിട്ടെ. അതിനാലാ താൻ ഞാൻ വീണ്ടും വരുവേ. വെങ്കടി പോയിടേ. അവന് വല്ല അരിഷ്ടം വാങ്ങിച്ചോട്. எப்படி வீங்கி இருக்கு? சும்மா சொல்லக்கூடாது, நல்லாவே உதைச்சிருக்கானுங்க. டேய் வெங்கடே, அந்த தடி பசங்க கிட்ட இப்படி உத வாங்கிட்டு வந்து நிக்கிறியேடா. உன் கையில கத்தி இருந்துட்டும் பாத்துட்டு சும்மாவா இருந்தே. அக்கா, என் கத்தி கையில இருந்து தழுவி தாழ விழுந்து இல்லன்னா அந்த அயோக்கிய பசங்களை பீஸ் பீஸா கட் பண்ணி டிவிஎஸ் பார்சல்ல புக் பண்ணி அனுப்பியிருப்பேன். ஏய், உன்னுடைய விரட்டெல்லாம் இங்க நடக்காது, அதெல்லாம் அங்க ஒத்த பாலத்துல. இதோ பாருண்ணா, எனக்கு உயிர் இருந்த அந்த பசங்களை நான் சும்மா விட மாட்டேன். அவனை அடிக்கிறதுக்கு என்கிட்ட சரியான ஒரு ஆள் இருக்கு. யாரா அவன்? கராட்டே, ஜூடோ, கும்பு, குஸ்தி, களரி எல்லாமே தெரிஞ்சவன். சீங்கண்ணி ராமு. ആകെ കുഴപ്പമാ. എന്താ? അപ്പാവും മാമനും കൂടി അനന്തുവിനെ തല്ലിക്കാൻ ഒരു വലിയ റൗഡിയെ കൊണ്ടുവരാൻ പോവുകയാണ്. 3-4 പേരെ കൊന്നിട്ടുള്ള ആളാണത്രേ. അനന്തു ഇന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ. കുറച്ച് ദിവസം കഴിഞ്ഞു വന്നാ മതി. സാവിത്രിയോട് ഇതാരാ പറഞ്ഞത്? അപ്പാവും മാമനും കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. അനന്തു കുളിക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. എണ്ണ വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് തുടച്ചു കളഞ്ഞ. തച്ചോളി ഉദയനന്റെ തറവാട്ടിൽ പിറന്ന അനന്തൻ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വേണ്ട, അനന്തു ഒന്നിനും നിൽക്കണ്ട. എങ്കിൽ സാവിത്രിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കാം. വീരചരമമടഞ്ഞ തച്ചോളി തറവാട്ടിലെ പിതാമഹന്മാർ മുകളിൽ നിന്ന് പരിഹസിക്കുമായിരിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഉമ്മിണിത്തങ്കയെയും ഉണ്ണിയാർച്ചയെയും സാവിത്രിക്കുട്ടിയെയും പോലുള്ള വീരാംഗനകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഈ അനന്തന് കഴിയില്ല. അടുത്ത ബസ്സിന് തന്നെ ഞാൻ പുറപ്പെടുകയായി. ചീങ്കണ്ണി രാമു? അതെ, 2-3 പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡിയാണ്. സാമിയും വെങ്കിടിയും കൂടി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ ഒന്ന് ചുമ്മാ ഇരിക്കും. ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഏയ്, ഇതങ്ങനെയല്ല. അപ്പുണ്ണി മാഷ് ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, ആ കളരിക്കാരനെ മാത്രം തട്ടിയാൽ മതി എന്നാ പറഞ്ഞിരിക്കണേ. കൊണ്ടുവരട്ടെ. ചീങ്കണ്ണി വരുമ്പോ അനന്തനോട് ഇല്ലായിരുന്ന പോരെ? അനന്തൻ നാട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ ഞാനൊരു ഒളിച്ചോട്ടം നടത്തിയാൽ സാവിത്രിക്കുട്ടി എനിക്ക് നഷ്ടപ്പെടും. തന്നെയുമല്ല, ഒരു റൗഡിയെ പേടിച്ച് നമ്മൾ ഇവിടെ ഒളിച്ചോടി പോകാനാണെങ്കിൽ പിന്നെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടികളുടെ ഗതി എന്താവും? ഏതായാലും ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി.
അമ്മേ ദേ ഏട്ടൻ വന്നു. എന്താ ഏട്ടാ വൈകിയത്? ഏട്ടനെ കാണാഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇവിടെ. ഒരു കത്തെങ്കിലും അയക്കാൻ എന്താ? ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു. ഡേ നൈറ്റ് വർക്കാ. അതെന്ത് ജോലി ഒരു കത്തെഴുതാൻ പോലും നേരം കിട്ടാത്ത? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്. അനന്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ പോയതാ, ഇതുവരെ വന്നില്ല. അമ്മേ, അമ്മേ, അമ്മയുടെ കരച്ചില് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? വീട് വിട്ടാ നീ ഞങ്ങളെല്ലാവരെയും മറക്കുമല്ലേ കൂട്ടാ? മറന്നിട്ടൊന്നുമല്ല അമ്മേ, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. എന്താ നിന്റെ ജോലി? ഒരു സ്വാമിയുടെ കടയിൽ കണക്കെഴുത്താ. ആ സ്വാമിയുടെ കഷ്ടകാലം. അതെന്താ? കണക്കിന് 0 മാർക്ക് വാങ്ങിച്ച ആളാ. സ്വാമിയുടെ കണക്കും അത്രേ കാണൂ. മതി മതി, നിർത്ത. അനന്തേട്ടൻ വന്നപ്പോ രൂപ വല്ലതും കൊണ്ടുവന്നു അമ്മേ? പിന്നെ ആ രൂപ കൊണ്ട് 1 കിലോ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം നടത്താൻ. ഡോക്ടർ ഒരു ടോണിക്കിന് എഴുതി തന്നിട്ട് ഇതുവരെ വാങ്ങിയില്ല. ചേട്ടന്റെ കയ്യിൽ രൂപ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് അനന്തേട്ടനെ കാണേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇനി എവിടെ പോയാ തപ്പുന്നത്? എനിക്കാണെങ്കിൽ ഉടനെ മടങ്ങിപ്പോവുകയും വേണം. നീ ആ പരുമുന്റെ കടയിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. ചേട്ടന് ഇത് എവിടെയായിരുന്നു? അറിഞ്ഞേ തീരുള്ളൂ നിനക്ക്. ചേട്ടന് ഈ വീടിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കളരിയും അഭ്യാസവും ഒക്കെ ആയിട്ട് നാട് ചുറ്റി നടന്നാ മതിയല്ലോ. എന്നെ നീ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു എന്റെ പേരും പറഞ്ഞ് കണ്ട നാട്ടുകാരെയൊക്കെ പറ്റിച്ചടക്കാൻ? ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. നുണ പറയുന്നോടാ പട്ടി. എനിക്ക് കുരുക്കൽ കൊടുത്തയച്ച കത്തും കൊണ്ട് നീ പോയില്ലേ? കളരി എന്താണെന്ന് എനിക്കറിയാമോടാ? എനിക്ക് കളരിയൊന്നും അറിയില്ല. പക്ഷേ ഈ വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. കളരി അഭ്യാസം എന്നൊക്കെ പറഞ്ഞടങ്ങാൻ വയറ് നിറയില്ല ചേട്ടാ. പാചകത്തിന് നീ പണ്ടും മോശമൊന്നുമല്ല. ആൾമാറാട്ടം നടത്തിയിട്ട് നിന്ന് ന്യായം പറയുന്നു. പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അത് ചേട്ടാ, ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. നീയൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അതല്ല ചേട്ടാ, എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ചേട്ടന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നോക്ക്, നിന്നെ രക്ഷിക്കാനും ഞാനില്ല, ശിക്ഷിക്കാനും ഞാനില്ല.